ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിയാലിറ്റി മീഡിയ. മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പടം 100 കോടി തിയേറ്റർ ഷെയർ മാത്രം കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതിനു കാരണമായ ഒറ്റപ്പേരേ ഉള്ളൂ, മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ. പടം തിയേറ്ററിൽ റിലീസായിട്ട് 3 ആഴ്ചയോളമായെങ്കിലും പടത്തിൻ്റെ കളക്ഷന് യാതൊരു കോട്ടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പടം ഇപ്പോഴും 200 കോടി ക്ലബിൽ കയറി അത് കഴിഞ്ഞും കളക്ഷൻ വാരിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെവലിൽ പോയാൽ പടം 300 അല്ല 400 കോടിയും കടക്കുമോ എന്ന് സംശയമാണ്. പടം ഈ ലെവലിൽ വമ്പൻ കളക്ഷൻ എടുത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പടത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ രജപുത്ര ഫിലിംസ് അവരുടെ ഞെട്ടിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് പുറത്തുവിട്ടത്. മറ്റൊന്നുമല്ല, ഈ പ്രൊഡക്ഷൻ കമ്പനി വർഷകാലങ്ങളായി പണ്ട് തൊട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. കാരണം മലയാളത്തിൻ്റെ പല പല പഴയ നടന്മാരുടെയും പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ മോഹൻലാലിൻ്റെയും ശോഭനയുടെയും ഈ പുതിയ കോമ്പിനേഷൻ കാണാൻ ആഗ്രഹിക്കുന്ന തിയേറ്ററിൽ വരാൻ കഴിയാത്ത പലതരം കാണികളും പ്രേക്ഷകരും ഉണ്ടെന്ന് അവർക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഈ ഒരു അനൗൺസ്മെൻറ്റ് പുറത്തുവിട്ടത്. അങ്ങനെയുള്ള പ്രായമായ ആരാധകരും അവരുടെ ഇഷ്ടതാരങ്ങളെ സ്ക്രീനിൽ കണ്ടോട്ടെ എന്ന് വെച്ചാണ് അവർ നേരത്തെ തന്നെ പടം OTTയിലേക്ക് വിടുന്നത്. അതിൻ്റെ കൃത്യമായൊരു ഡേറ്റ് പുറത്ത് വിട്ടിട്ടില്ലെങ്കിൽ പോലും ഏപ്രിൽ മാസം ആദ്യം തന്നെ പടം OTTയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് സിനിമ വാർത്തകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.